വാർത്തയാണ് വരുന്നത്. വടകരയിൽ നിന്നും ചർച്ചയാവുമ്പോൾ പ്രധാനപ്പെട്ട വാർത്തയായത് മാറുന്നു. TP ചന്ദ്രശേഖരൻ കേസിലെ പ്രധാന പ്രതികൾക്ക് വധശിക്ഷ നൽകണം എന്നതായിരുന്നു പ്രധാനമായും പ്രോസിക്യൂഷൻ ഉയർത്തിയ വാദം. പക്ഷേ ആ വാദം കോടതി അംഗീകരിച്ചിട്ടില്ല. വധശിക്ഷയില്ല എന്ന് തന്നെ വ്യക്തമാക്കുന്നു. അതേസമയം അവരുടെ നിലവിലുള്ള ശിക്ഷയിൽ കൂടുതൽ ശക്തമായ മറ്റ് ശിക്ഷ വർദ്ധിപ്പിച്ചുകൊണ്ടുള്ള തീരുമാനമുണ്ടാകുമോ എന്ന കാര്യത്തിൽ കൂടി വിധിയിൽ വ്യക്തത ഉണ്ടാവേണ്ടതുണ്ട്. ഇപ്പോൾ പുറത്തു വരുന്ന വാർത്ത TP കേസ് പ്രതികൾക്ക് വധശിക്ഷയില്ല. പ്രധാന പ്രതികൾ ഗുരുതരമായ കൃത്യമാണ് നടത്തിയത്, ഗുരുതരമായ രീതിയിലാണ് കൊല നടത്തിയത് എന്ന കാര്യം കോടതി വിലയിരുത്തിയതാണ്. പക്ഷേ പ്രതികൾക്ക് വധശിക്ഷ നൽകാൻ കോടതി തീരുമാനമെടുത്തിട്ടില്ല. നേരത്തെ ഉച്ചയ്ക്ക് മുമ്പ് ഈ കോടതി കേസ് പരിഗണിച്ചപ്പോൾ വധശിക്ഷ നൽകുമ്പോൾ അതിൻ്റെതായ ഒരു പരിഗണന വേണമെന്നും രാജ്യത്ത് അപൂർവങ്ങളിൽ കേസുകളിലാണ് അത്തരം ഇടപെടൽ ഉണ്ടാവാറുള്ളതും എന്നും കോടതി നിരീക്ഷിച്ചിരുന്നു. എന്തായാലും ഈ കേസിലില്ല. KK കൃഷ്ണനും ജ്യോതി ബാബുവിനും ജീവപര്യന്തം തടവ് ശിക്ഷ വിധി കൂടി ഇക്കാര്യത്തിൽ വരുന്നു എന്ന പ്രധാനപ്പെട്ട തീരുമാനമുണ്ട്. അതായത് വിചാരണ കോടതി കുറ്റക്കാരല്ലെന്ന് കണ്ടെത്തിയ KK കൃഷ്ണനും ജ്യോതി ബാബുവും ഹൈക്കോടതി കുറ്റക്കാരെന്ന് കണ്ടെത്തി പ്രതിപ്പട്ടികയിൽ ഉൾപ്പെടുത്തി ഇപ്പോൾ ജീവപര്യന്തം തടവിന് വിധിച്ചിരിക്കുന്നു എന്ന പ്രധാനപ്പെട്ട കാര്യം കൂടി പുറത്തു വരുന്നു. മഞ്ജുഷ, ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തീരുമാനമായി അത് മാറുകയാണ്. സഹിത്ത് ഇത് രണ്ടും CPM-ന് വലിയ തിരിച്ചടിയാണ്. അല്പം മുമ്പാണ് KK ശൈലജ വടകരയിലെ കാര്യം പറഞ്ഞത്. വടകരയിൽ TP കേസ് അത് ചർച്ചയാവുകയില്ല, അത് കോടതി തീരുമാനിക്കട്ടെ എന്ന് ശൈലജ പറഞ്ഞ അടുത്ത നിമിഷത്തിൽ തന്നെ രണ്ട് പ്രധാനപ്പെട്ട CPM നേതാക്കൾക്ക് ജീവപര്യന്തം തടവ് ശിക്ഷ ഹൈക്കോടതി വിധിച്ചിരിക്കുകയാണ്. അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. KK കൃഷ്ണനും ജ്യോതി ബാബുവും ഈ ഗൂഢാലോചനയിൽ പങ്കുള്ളവരാണ്. അതുകൊണ്ട് തന്നെ കൊലപാതക കുറ്റം അവർക്ക് മേൽ ചുമത്തിയിരുന്നു ഹൈക്കോടതി. നേരത്തെ കീഴ്ക്കോടതി വെറുതെ വിട്ട രണ്ടു പേർക്കും ഹൈക്കോടതിയിൽ ഇപ്പോൾ ജീവപര്യന്തം ശിക്ഷ കിട്ടിയിരിക്കുകയാണ്. ഇപ്പോൾ ഈ TP കേസിൽ ശിക്ഷിക്കപ്പെടുന്ന CPM-ന്റെ നേതാക്കളുടെ എണ്ണം ഇപ്പോൾ 4 മാറിയിരിക്കുകയാണ്. നേരത്തെ കുഞ്ഞനന്ദൻ, KC രാമചന്ദ്രൻ, ഇപ്പോൾ ജ്യോതി ബാബുവും KK കൃഷ്ണനും, അങ്ങനെ 4ാമത്തെ ആൾക്ക് കൂടി ഇപ്പോൾ ജീവപര്യന്തം ശിക്ഷ കിട്ടിയിരിക്കുകയാണ്. ഈ തെരഞ്ഞെടുപ്പിന് തൊട്ടു മുൻപ് ഹൈക്കോടതിയിൽ നിന്ന് ഇത്തരം ഒരു വിധി വന്നിരിക്കുകയാണ്. TP ചന്ദ്രശേഖരൻ വധക്കേസിൽ ഹൈക്കോടതിയിൽ നിന്ന് വന്നിരിക്കുന്ന വിധി വധശിക്ഷ എന്തായാലും ആർക്കും ഇല്ല. 12 പ്രതികൾക്കും വധശിക്ഷ ഇല്ല എന്ന കാര്യമാണ് ഹൈക്കോടതി ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. അല്പം മുമ്പ് ഈ വാദങ്ങൾ പൂർത്തിയായ സമയത്തും ഈ വധശിക്ഷ നൽകുന്നതിന് ആവശ്യമായ കാര്യങ്ങൾ എന്തെല്ലാമെന്ന് പ്രോസിക്യൂഷനോട് ചോദിച്ചു. മഞ്ജുഷ, ഇതിന്റെ അപ്ഡേറ്റ് വന്നിട്ടുണ്ട്. 20 വർഷം ശിക്ഷ അനുഭവിക്കാതെ ഒരു പ്രതികൾക്കും ഇളവ് നൽകാൻ പാടില്ലെന്ന നിരീക്ഷണം വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഈ കേസിലെ പ്രതികൾക്കെതിരെയുള്ള ഒരു പ്രധാനപ്പെട്ട ആരോപണം എന്ന് പറയുന്നത് ശിക്ഷ അനുഭവിക്കുന്ന കാലയളവിൽ മറ്റു കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെട്ടു, പരോളിൽ ആവശ്യമില്ലാത്ത രീതിയിൽ പരോൾ അനുവദിച്ചു, നിയമപരമായ രീതിയിലല്ല പരോൾ നൽകിയത് തുടങ്ങിയ കാര്യങ്ങൾ ഉണ്ടായിരുന്നു. അതുകൊണ്ട് 20 വർഷം അല്ലേ? അതെ, 20 വർഷം, പരമാവധി 20 വർഷം ശിക്ഷ അനുഭവിക്കാതെ ഒരു തരത്തിലുള്ള ഇളവ് പാടില്ലെന്ന കൃത്യമായ നിരീക്ഷണമുണ്ട്. അതായത് TP കേസ് പ്രതികൾക്ക് ചില സൗജന്യങ്ങൾ കിട്ടിയിരുന്നു എന്ന കാര്യം ഹൈക്കോടതി ശരിവച്ചിരിക്കുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ ശിക്ഷ വർദ്ധിപ്പിച്ചുകൊണ്ട് കൂടുതൽ കർശനമായ നിബന്ധനകളോടെ ഹൈക്കോടതി ഇന്ന് കോടതിയിൽ വാദിച്ച ഒരു പ്രധാനപ്പെട്ട കാര്യം ഇതായിരുന്നു. വധശിക്ഷ കൊടുക്കണം എന്ന കാര്യത്തിൽ എനിക്ക് അഭിപ്രായമില്ല, അങ്ങനെ ഒരു ആഗ്രഹം എനിക്കില്ല എന്ന് KK രമ പറഞ്ഞിരുന്നു. പക്ഷേ ഈ പ്രതികൾ ഒരിക്കലും എന്റെ ജീവന് ഭീഷണിയായി മാറരുത്, സമൂഹത്തിന് ഭീഷണിയായി മാറരുത് എന്ന് KK രമയുടെ അഭിഭാഷകൻ ഇന്ന് ഹൈക്കോടതിയിൽ വാദിച്ചിരുന്നു. കോടതി അത് കണക്കിലെടുത്തിരിക്കുകയാണ്. ഇവർക്ക് അനധികൃതമായി കിട്ടിക്കൊണ്ടിരുന്ന പരോൾ, അതുപോലെ തന്നെ ജയിലിൽ കിടന്നു പോലും 1 മുതൽ 7 വരെയുള്ള പ്രതികൾ മറ്റു കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെട്ടിരുന്നു എന്ന് ഇന്ന് റിപ്പോർട്ട് കിട്ടിയതാണ് ഹൈക്കോടതിക്ക്. അതുകൂടി ഹൈക്കോടതി പരിഗണിച്ചു എന്ന് വേണം കരുതാൻ. പക്ഷേ 2 കാര്യങ്ങളുണ്ട്. ഒന്ന്, KK കൃഷ്ണനും ജ്യോതി ബാബുവിനും ഗുരുതരമായ ആരോഗ്യ പ്രശ്നമുണ്ടെന്ന് രാവിലെ കോടതി പറഞ്ഞതാണ്. അങ്ങനെ പറഞ്ഞിട്ട് കൂടി കോടതി അവർ ഗുരുതരമായ കുറ്റകൃത്യം ചെയ്തു എന്ന വിലയിരുത്തൽ നടത്തിയതിന്റെ അടിസ്ഥാനത്തിലാണ് ജീവപര്യന്തം തടവ് എന്ന ശിക്ഷയിലേക്ക് പോകുന്നത് എന്ന പ്രധാനപ്പെട്ട കാര്യം കൂടിയുണ്ട്. അതായത് പ്രായം പോലും കണക്കിലെടുത്തില്ല. അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഹൈക്കോടതി ഇന്ന് വാദത്തിനിടെ പറഞ്ഞിരുന്നു ഇത് ജനാധിപത്യത്തിന് മേലുള്ള വെല്ലുവിളിയാണ്, അതുപോലെ തന്നെ വിയോജിപ്പുകളെ ഈ രീതിയിലാണ് നേരിടുന്നതെങ്കിൽ അത് പൊതുസമൂഹത്തിന് നല്ലതല്ല, അതുകൊണ്ട് കർശനമായ താക്കീത് ഇക്കാര്യത്തിൽ വേണമെന്ന്. അത് തന്നെയാണ് പ്രായം പോലും കണക്കിലെടുക്കാതെ KK കൃഷ്ണനും ജ്യോതി ബാബുവിനും നൽകിയിരിക്കുന്ന ഈ ജീവപര്യന്തം തടവ് ശിക്ഷ. അവർ രണ്ടുപേരും ആരോഗ്യ പ്രശ്നങ്ങൾ ഉള്ളവരാണെന്നും അതിന്റെ മെഡിക്കൽ സർട്ടിഫിക്കറ്റും ഒക്കെ ഹാജരാക്കിയതാണ്. ഒരാൾക്ക് കോടതിയിൽ എത്തുവാൻ കഴിഞ്ഞിരുന്നില്ല, ഓൺലൈനായിട്ടാണ് ഈ കോടതി നടപടികളിൽ പങ്കെടുത്തത്. ഇതൊക്കെ ഉണ്ടായിട്ടും ആരെയും ശിക്ഷയിൽ നിന്ന് ഒഴിവാക്കിയിട്ടില്ല. 12 പേർക്കും ശിക്ഷയുണ്ട് എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. അത് മാത്രമല്ല 10
പേരുടെ അല്ലെ അതെ ശിക്ഷാ കാലയളവ് കൂട്ടിയിരിക്കുകയാണ്. കൃത്യമായി ഇവർ ജയിലിൽ ഇവർക്ക് ലഭിച്ചിരുന്ന സൗജന്യങ്ങൾ അത് സംബന്ധിച്ച പ്രോസിക്യൂഷന് റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. അതെങ്ങനെ സംഭവിച്ചു എന്ന കാര്യം കോടതി പരിശോധിച്ചു. ഒപ്പം തന്നെ ഈ CPM-ന്റെ പ്രാദേശികമായി CPM അവർക്ക് ചില പിന്തുണകൾ നൽകിയിരുന്നു എന്ന ഇക്കാര്യങ്ങളൊക്കെ കോടതി നിരീക്ഷിച്ചതാണ്. ഇതിനൊടുവിലാണ് ഇപ്പോൾ ഹൈക്കോടതി ഈ ശിക്ഷ കൂടുതൽ ഗുരുതരമാക്കിക്കൊണ്ട് ശിക്ഷ വർദ്ധിപ്പിച്ചുകൊണ്ടുള്ള തീരുമാനം വരുന്നത്. KK രമയുടെയും പ്രോസിക്യൂഷന്റെയും ആവശ്യം കോടതി അതേപടി അംഗീകരിച്ചു എന്ന് വേണം. പ്രാഥമികമായി ഈ കോടതിയുടെ വിധിയെ നിരീക്ഷിക്കുമ്പോൾ നമുക്കറിയാനാവുന്ന ഒരു കാര്യം വ്യക്തമാണ്. TP കേസ് വീണ്ടും പുനർജനിക്കുകയാണ്. ഇത് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വടകര മണ്ഡലത്തിൽ മാത്രമല്ല സംസ്ഥാനം ഒട്ടുക്ക് ചർച്ചയാവുന്ന ഒരു പ്രശ്നമായി തന്നെ മാറുന്നു എന്ന രാഷ്ട്രീയ സാഹചര്യം കൂടി. കേസിൽ ഇപ്പോൾ വീണ്ടും ശിക്ഷയ്ക്ക് വിധേയനാകാൻ പോകുന്നു അല്ലെ KC രാമചന്ദ്രൻ, അങ്ങനെ പറയാമല്ലോ. ഇത് ഇരട്ട ജീവപര്യന്തം എന്ന് പറയാൻ പറ്റുമോ എന്ന് എനിക്കറിയില്ല. അങ്ങനെയാണെങ്കിൽ ഈ ശിക്ഷാ കാലയളവ് കൂട്ടിയിരിക്കുന്ന ഈ KC രാമചന്ദ്രൻ CPM-ന്റെ നേതാവായിരുന്നു, പിന്നീട് CPM നടപടി എടുത്തിരുന്നു എങ്കിൽ കൂടിയും അതെ ഇരട്ട ജീവപര്യന്തം എന്ന് തന്നെ പറയാം. MC അനൂപ് ഒന്നാം പ്രതി ഇരട്ട ജീവപര്യന്തം തന്നെ, പഴയ ശിക്ഷ ജീവപര്യന്തം മാത്രമാണ്. രണ്ടാം പ്രതി കിർമാണി മനോജിനും ഇരട്ട ജീവപര്യന്തം, മൂന്നാം പ്രതി സുനിൽകുമാർ എന്ന കൊടി സുനിക്കും ഇരട്ട ജീവപര്യന്തം, TK രജീഷ് നാലാം പ്രതി ഇരട്ട ജീവപര്യന്തം, മുഹമ്മദ് ഷാഫി അഞ്ചാം പ്രതി ഇരട്ട ജീവപര്യന്തമാണ് കിട്ടിയിരിക്കുന്നത്. ആറാം പ്രതിയായ അണ്ണൻ സിജിത്ത് എന്ന സിജിത്തിനും കിട്ടി, സിനോജിനും കിട്ടിയിരിക്കുകയാണ് അല്ലെ. സിനോജിനില്ല. ഏഴാം പ്രതിയായ K ഷിനോജിനാണ് ഇരട്ട ജീവപര്യന്തം. അതിനൊരു കാരണമുണ്ട്. ഈ ആറാം പ്രതിക്കെതിരെ ഈ ഗൂഢാലോചന കുറ്റം നിലനിൽക്കുമോ എന്നുള്ള കാര്യം കോടതി അത് പരിശോധിച്ചിരുന്നു. അതുകൊണ്ടായിരിക്കണം ആറാം പ്രതിയായ അണ്ണൻ സിജിത്തിന് ഇരട്ട ജീവപര്യന്തം കിട്ടാതിരിക്കുന്നത്. സിജിത്തിന്റെ കാര്യത്തിൽ ഒരു വ്യക്തത വരേണ്ടതുണ്ട്. സിജിത്തിന് ഇനി ഇപ്പോഴത്തെ ശിക്ഷാ കാലയളവ് കൂട്ടിയിട്ടുണ്ടോ എന്നതുകൂടി പരിശോധിക്കേണ്ടതാണ്. എന്തായാലും 1 മുതൽ 5 വരെയുള്ള പ്രതികൾക്കും 7ആം പ്രതിക്കും ഇവർ 6 പേരും നേരിട്ട് TP ചന്ദ്രശേഖരനെ കൊലപ്പെടുത്തിയതിൽ നേരിട്ട് പങ്കാളികളായ ആളുകളാണ്, കുറ്റക്കാരാണ്. അതുകൊണ്ടാണ് ഇവരുടെ മേൽ കൊലപാതക കുറ്റവുമുണ്ട്, ഗൂഢാലോചന കുറ്റം അഡീഷണൽ ആയിട്ട് ഹൈക്കോടതി കണ്ടെത്തുകയും ചെയ്തിരുന്നു. ഇവർക്കാണ് ഇപ്പോൾ ഇരട്ട ജീവപര്യന്തം കിട്ടിയിരിക്കുന്നത്. ഇനി അണ്ണൻ സിജിത്തിന്റെ കാര്യം അറിയേണ്ടതുണ്ട്. അതുപോലെ തന്നെ KC രാമചന്ദ്രൻ 8ആം പ്രതി. അണ്ണൻ സിജിത്തിന് ജീവപര്യന്തവും 6 മാസം തടവും അല്പം കൂടി കൂട്ടിയിട്ടുണ്ട്. സാഹചര്യം കോടതി പരിഗണിച്ചിട്ടുണ്ട്. ഗൂഢാലോചന കുറ്റം അണ്ണൻ സിജിത്തിനെതിരെ ഇല്ലായിരുന്നു. അതുകൊണ്ടാണ് അത് എന്ത് വെച്ചാൽ പ്രോസിക്യൂഷൻ അങ്ങനെ ഒരു ആരോപണം അണ്ണൻ സിജിത്തിനെതിരെ ഉന്നയിച്ചിരുന്നില്ല. അതുകൊണ്ടാണ് ഹൈക്കോടതിക്ക് അങ്ങനെ ഒരു കണ്ടെത്തൽ നടത്താൻ പറ്റാതെ വന്നത്. പക്ഷെ ബാക്കിയുള്ള ഈ 7 പേരാണ് നേരിട്ട് ഈ കുറ്റകൃത്യത്തിൽ പങ്കെടുത്തത്, TP ചന്ദ്രശേഖരനെ കൊലപ്പെടുത്തിയത്. ഈ 7 പേരിൽ ഒരാൾ ഒഴികെ ബാക്കി എല്ലാവർക്കുമെതിരെ കൊലപാതക കുറ്റവും ഉണ്ടായിരുന്നു, ഗൂഢാലോചന കുറ്റവും ഉണ്ടായിരുന്നു, തെളിഞ്ഞതാണ്. അവർക്കെല്ലാം ഇപ്പോൾ ഇരട്ട ജീവപര്യന്തം നൽകിയിരിക്കുകയാണ്. KC രാമചന്ദ്രന്റെ കാര്യമാണ് അറിയാനുള്ളത്. അതുപോലെ തന്നെ CPM-മായി നേരിട്ട് ബന്ധമുള്ള ട്രൗസർ മനോജ് കുമാർ, അയാളുടെ കാര്യം കൂടി അറിയേണ്ടതുണ്ട്, ഏത് ശിക്ഷയാണെന്ന്. എന്തായാലും KK കൃഷ്ണനും ജ്യോതി